നമസ്കാരം, മഹാത്മാ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്നു രാമക്ഷേത്രത്തേക്കാൾ വലിയ സീതാക്ഷേത്രം. തിരഞ്ഞെടുപ്പ് ജയത്തിന് പുതിയ തന്ത്രമിറക്കി BJP. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ പ്രചാരണം നടത്തി ഹൈന്ദവ മതവിഭാഗത്തെ ഒപ്പം നിർത്തി വോട്ട് നേടാൻ BJP മുന്നിട്ട് വച്ച ആശയമായിരുന്നു അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം. ഈ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കി തിരഞ്ഞെടുപ്പിന് മുൻപ് അവിടെ പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തി പ്രതിഷ്ഠ നടത്തിയിരുന്നു. നടക്കാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനേക്കാൾ അധികം ഭൂരിപക്ഷം നേടാൻ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം മാത്രം മതിയെന്നാണ് പ്രധാനമന്ത്രിയും BJP നേതാക്കളും വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലെത്തുമ്പോൾ വിചാരിച്ചിരുന്ന അതേ രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത് എന്ന പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാക്കളും മനസ്സിലാക്കി കഴിഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി കഴിഞ്ഞാൽ BJPയിലെ ഏറ്റവും ഉയർന്ന നേതാവും കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുമായ അമിത് ഷാ തന്നെ രാമക്ഷേത്രത്തേക്കാൾ വലിയ സീതാക്ഷേത്രം അധികാരത്തിൽ വന്നാൽ നിർമ്മിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അയോധ്യയിൽ ബാബറി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം അവിടെ രാമക്ഷേത്രം നിർമ്മിക്കുക എന്നത് BJPയുടെയും RSS സംഘപരിവർത്തന ശക്തിയുടെയും വലിയ വാശിയുള്ള തീരുമാനമായിരുന്നു. ഹിന്ദു ഭൂരിപക്ഷ സമൂഹത്തെ പാർട്ടിക്കൊപ്പം നിർത്താൻ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിക്കുക മാത്രം മതിയെന്ന വിശ്വാസമാണ് BJP നേതാക്കൾക്ക് ഉണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ വേഗത്തിൽ ക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിക്കാൻ കേന്ദ്ര സർക്കാരും ഹൈന്ദവ സംഘടനകളും ഒറ്റക്കെട്ടായി നീങ്ങുന്ന കാഴ്ചയായിരുന്നു നാം കണ്ടത്. അയോധ്യയിലെ 2500 കോടിയിലധികം രൂപ ചെലവിട്ടുകൊണ്ടാണ് അതിമനോഹരവും ചരിത്രത്തെ രേഖപ്പെടുത്തുന്നതുമായ ശ്രീരാമ മഹാക്ഷേത്രം പണികഴിച്ചത്. ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ കർമ്മങ്ങളിൽ മതപരമായ ആചാരങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് മതമേധാവികൾ നടത്തേണ്ട ചടങ്ങ് പ്രധാനമന്ത്രി നടത്തുക വഴി രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുക എന്നതായിരുന്നു BJP കണ്ട ഉദ്ദേശം. അതുപ്രകാരം തന്നെ കാര്യങ്ങൾ അവിടെ നടന്നു. അയോധ്യ രാമക്ഷേത്ര ട്രസ്റ്റ് ആഭിമുഖ്യത്തിലാണ് പ്രതിഷ്ഠാ കർമ്മങ്ങളും ക്ഷേത്ര നിർമ്മാണവും ഒക്കെ നടന്നത്. എങ്കിലും എല്ലാത്തിൻ്റെയും ചരട് വലികൾ നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും നേരിട്ട് തന്നെ ആയിരുന്നു. എല്ലാ സങ്കല്പങ്ങൾക്കും അപ്പുറവുമുള്ള പ്രചാരണവും രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ നടത്തുവാനും കഴിഞ്ഞിരുന്നു. ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം ദേശീയ പത്രങ്ങളും ചാനലുകളും കേന്ദ്ര സർക്കാരിന്റെയും BJPയുടെയും തിരഞ്ഞെടുപ്പ് വിജയത്തിന് ഈ രാമക്ഷേത്രം കാരണമായി മാറുമെന്ന് മാധ്യമങ്ങളോട് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. ഈ പ്രചാരണത്തിൽ ആവേശം കൊണ്ട പ്രധാനമന്ത്രിയും മറ്റു രാഷ്ട്രീയ നേതാക്കളും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വളരെ ഈസിയായി കാണുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പുറത്തു വന്ന 3ാം ഘട്ടം വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ വിചാരിച്ച അത്ര അനുകൂലമല്ല രാജ്യത്തെ ജനങ്ങളുടെ നിലപാടെന്ന് പ്രധാനമന്ത്രിയും BJP നേതാക്കളും തിരിച്ചറിഞ്ഞിരിക്കുന്നു. 400-ലധികം സീറ്റുകൾ ഉറപ്പായി BJP നേടിയിരിക്കുമെന്നും ഭരണത്തിൽ അധികാര ഭൂരിപക്ഷത്തോടു കൂടി തുടരുമെന്നും ഉറക്കെ പറഞ്ഞിരുന്ന പ്രധാനമന്ത്രി പോലും മാറിയ സാഹചര്യത്തിൽ അല്പമൊക്കെ ആശങ്കയോടെ സംസാരിക്കുന്ന സ്ഥിതിയും എത്തി. ബീഹാറിൽ തിരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കാനെത്തിയ മുതിർന്ന നേതാവും ആഭ്യന്തരമന്ത്രിയുമായ അമിത് ഷായാണ് രാമക്ഷേത്രത്തെക്കാൾ വലിയ ഗംഭീരമായ സീതാക്ഷേത്രം അധികാരത്തിൽ വന്നാൽ നിർമ്മിച്ചിരിക്കുമെന്ന് പ്രസ്താവിച്ചത്. ബീഹാറിലെ പട്നയിൽ നടന്ന തിരഞ്ഞെടുപ്പിലാണ് അമിത് ഷാ പറഞ്ഞത്. ബീഹാറിലെ ആവശ്യപ്പെട്ട വികസന കാര്യങ്ങൾ എടുത്തു പറയുന്നതിനിടയിലാണ് സീതാക്ഷേത്ര നിർമ്മാണ കാര്യം അദ്ദേഹം പൊതുജനങ്ങളോട് പറഞ്ഞത്. ബീഹാറിലെ തന്നെ സീതാമഠ് എന്ന സ്ഥലത്താണ് ഈ മഹാക്ഷേത്രം നിർമ്മിക്കുക എന്നും അദ്ദേഹം പറഞ്ഞു. സീതാമാതാവിന്റെ കൂറ്റൻ ക്ഷേത്രമായിരിക്കും അവിടെ ഉയർന്നു വരിക എന്നതാണ് അദ്ദേഹം വിശദീകരിച്ചത്. സീതാക്ഷേത്രത്തിന്റെ കാര്യം മാത്രമല്ല, ബീഹാർ ജനതയുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവായിരുന്ന അന്തരിച്ച കർപ്പൂർ ഠാക്കൂറിന്റെ ഭാരതരത്ന പുരസ്കാരം നൽകിയത് BJP സർക്കാർ ആണെന്ന കാര്യം മറന്നു പോകരുതെന്നും അദ്ദേഹം പ്രസംഗത്തിനിടയിൽ പറഞ്ഞു. ഏറെക്കാലം രാജ്യം ഭരിച്ച കോൺഗ്രസ് പാർട്ടി മറന്ന ഒരു കാര്യമാണ് ഈ ഭാരതരത്ന പുരസ്കാര സമർപ്പണത്തിലൂടെ BJP ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു. ഏതായാലും അമിത് ഷായുടെ ഈ പുതിയ പ്രസംഗം ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. BJPയും പ്രധാനമന്ത്രിയും കരുതിയിരിക്കുന്നത് പോലെ അത്ര എളുപ്പത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 400 സീറ്റിൽ എത്തില്ല എന്നത് ഏകദേശം വ്യക്തമായിരിക്കുന്നു. അതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് വിജയത്തിന് പുതിയ തന്ത്രങ്ങൾ BJP നേതാക്കൾ തപ്പിയെടുക്കുന്നത്.
തെരഞ്ഞെടുപ്പിൽ ഹൈന്ദവ ഭൂരിപക്ഷ സമുദായത്തിന്റെ പിൻബലമുണ്ടെങ്കിൽ മാത്രമേ ഭൂരിപക്ഷത്തിലേക്ക് എത്തൂ എന്ന കാര്യം BJPക്ക് അറിയാം. കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിനിടയിൽ രാജ്യത്തെ മതന്യൂനപക്ഷ വിഭാഗങ്ങളെ ദ്രോഹിച്ച് പല നടപടികളും ആ വിഭാഗത്തെ BJP വിരുദ്ധ പാളയത്തിൽ ആക്കിയിരിക്കുകയാണ്. മതം മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ BJP വിരുദ്ധ പാർട്ടികൾ ഒരുമിച്ച് നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന അപകടം പ്രധാനമന്ത്രിയും BJP നേതാവും തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ സീതാക്ഷേത്രമെങ്കിൽ അതുതന്നെ ആകട്ടെ എന്ന രീതിയിൽ പ്രസ്താവനയുമായി അമിത്ഷായെ പോലെ സീനിയറായ നേതാക്കൾ രംഗത്തേക്ക് വരുന്നത്. നന്ദി.